പാലക്കാട് ജില്ലയുടെ രാഷ്ട്രീയ പരിസരം കേരളത്തിന് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിന് നിയമസഭയിൽ എത്തുന്ന ഒരു സമയമാണ്. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ചിറ്റൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. ഇവിടെ വെച്ചാണ് പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന് എനിക്ക് കിട്ടിയത്. എന്തായാലും അദ്ദേഹമാണ് ഇത് പറയാൻ വളരെ ആപ്റ്റായ ഒരു പ്രധാനപ്പെട്ട ഒരാൾ. ഏറ്റവും ആവശ്യം കേരളം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സർപ്രൈസ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ്. മറ്റു മണ്ഡലങ്ങളുടെ അവസ്ഥകൾ, സാഹചര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് തന്നെ കടക്കുകയാണ്. പാലക്കാടിലെ നിയോജക മണ്ഡല സ്ഥാനാർത്ഥി ഇവരെയൊന്നും കണ്ടില്ല. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിരിക്കും. ഏപ്രിൽ 9 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 12 മണ്ഡലങ്ങളിൽ 11 സ്ഥാനാർത്ഥികളെയും ഇന്നലെ പ്രഖ്യാപിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരുന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി എല്ലാവർക്കും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇന്നോ നാളെയായിട്ട് അതിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് പറയാനുള്ളത്. പാലക്കാട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ, പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം വൈകാനിടയായത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. മറ്റു മണ്ഡലങ്ങളുടെ കഴിഞ്ഞ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 10 അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. മണ്ണാർക്കാട് മണ്ഡലം അന്ന് വളരെ നിസ്സാരമായ ഒരു വോട്ടിനാണ് LDF തോൽക്കാനിടയായത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3500-ൻ്റെ ഉള്ളിലാണ്, ചെറിയൊരു വോട്ടാണ്. അതുപോലെ തന്നെ പാലക്കാട് കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചത് വടകര MP ആയിരുന്ന ആളായിരുന്നു. അയാൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ആയതിനു ശേഷം ബൈ ഇലക്ഷൻ വന്നു. വീണ്ടും കോൺഗ്രസ് തന്നെ ജയിക്കാനിടയായി. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടിംഗ് നില ഞങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാലക്കാട് നിയോജക മണ്ഡലങ്ങളിലെ 3 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ചേർന്നാൽ ബൈ ഇലക്ഷനിൽ ലഭിച്ച വോട്ടിനേക്കാൾ 6000 വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ വോട്ടിൻ്റെ പാറ്റേൺ വെച്ച് നോക്കിയാൽ പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് 2ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ വളരെ നിസ്സാരമായ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായാൽ പാലക്കാട് മണ്ഡലവും ഉറപ്പായിട്ടും ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ട്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് CPIയുടെ സീറ്റാണ്. അവരൊരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സീറ്റിലും വളരെ നന്നായി ജയിക്കാൻ കഴിയുന്ന, പൊതുവെ മണ്ണാർക്കാടിൽ ജനങ്ങളിൽ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ CPI അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 മണ്ഡലങ്ങളും ഞങ്ങൾക്ക് വിജയസാധ്യത ഒട്ടും കുറവല്ല. മാത്രമല്ല, മണ്ണാർക്കാടിലെ UDFൻ്റെ MLA കുറിച്ച് അവരുടെ ഇടയിൽ തന്നെ അതൃപ്തിയുണ്ട് എന്നാണ് പൊതുവെ. അതൊന്നും ഒരു ഘടകമല്ലെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പും അതിൻ്റെ സ്വീകാര്യതയും പാലക്കാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒട്ടും ക്ഷീണമില്ലാത്ത രൂപത്തിൽ പാലക്കാട് ജില്ലയിൽ ഒരു ജനവിധി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അത് നല്ല പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ജനങ്ങൾക്ക് കേരളം ആര് ഭരിക്കണമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അത് നല്ല അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാലക്കാട്. അത് പൂർണ്ണമായും വിജയത്തിലെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെന്മാറയും ആലത്തൂരും പുതിയ സ്ഥാനാർത്ഥികളാണ് ടൈം വ്യവസ്ഥ അനുസരിച്ച്. ഈ നെന്മാറയിലും ആലത്തൂരിലും 2 ടേം കഴിഞ്ഞ സ്ഥാനാർത്ഥി മറ്റേ MLAമാരായിരുന്നു. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മണ്ഡലങ്ങളും
LDFിൻ്റെ ഷുവർ മണ്ഡലങ്ങളാണ്. അപ്പോൾ ചില മണ്ഡലങ്ങളിലെ പോലെ ജയസാധ്യത മനസ്സിലാക്കി മൂന്നാം ടേമിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലത്തൂരും നെമ്മാറയിലും പാർട്ടിയുടെ നേതാക്കളെ തന്നെ ഞങ്ങൾ നിയോഗിച്ചത്. നെമ്മാറയിൽ അവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി, കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറിയും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് പ്രേമനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. വളരെ കാലമായി അദ്ദേഹം പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നതാണ്. നെമ്മാറ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പിന്നീട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും CI2 രംഗത്തും പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരു സഖാവാണ്. നാട്ടിൽ സുപരിചിതനായ ജനസമ്മതിയും വളരെ അംഗീകാരമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് സഖാവ് TM ശശി. അദ്ദേഹത്തിനെ തന്നെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെയാണ് ഇപ്പോൾ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ ആര് നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അതിൽ ഒരുപക്ഷെ ഏറ്റവും ഉറച്ച മണ്ഡലം കേരളത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ ആലത്തൂർ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയോ മറ്റോ ഇല്ല. വളരെ നല്ല സേഫായിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിനെ തന്നെ നിയോഗിച്ചത്. നമ്മളെന്തായാലും ചിറ്റൂർ നിൽക്കുന്നതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ കൃഷ്ണൻകുട്ടിയുടെ സ്ഥിരമായി വിജയിച്ചു വരുന്നതാണ് വൈദ്യുതി മന്ത്രി. പക്ഷേ എന്തായാലും ഇപ്രാവശ്യം അദ്ദേഹമില്ല, പകരം മറ്റൊരു നേതാവ് മുരുകദാസ് നിൽക്കുന്നു. അപ്പോൾ പുതിയ തന്ത്രങ്ങൾ ഒക്കെ ആവിഷ്കരിക്കേണ്ടി വരുമോ? ഇല്ല, മുരുകദാസ് എന്ന് പറയുന്ന ജനതാദളിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സുപരിചിതനായ ഒരാളാണ്. കോളേജ് കാലം മുതൽ എനിക്ക് ബന്ധമുള്ളതാണ്. മാത്രമല്ല, വേണമെങ്കിൽ എൻ്റെ അയൽക്കാരനാണെന്ന് വേണമെങ്കിലും പറയാം. അത്ര അടുത്ത ബന്ധമുള്ള ആളാണ്. കോളേജ് തലം മുതൽ തന്നെ അദ്ദേഹം അന്ന് KBJ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്നു. പിന്നീട് വളരെ സജീവമായി തന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഒരു നിഴൽ പോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാ കാലത്തും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള UDFൻ്റെ കാലത്തെ സമര പ്രക്ഷോഭ രംഗത്തൊക്കെ വളരെ ശക്തമായ സാന്നിധ്യമായിരുന്നു മുരുകദാസ്. എല്ലാ രംഗത്തും അദ്ദേഹം വളരെ നിഷ്കളങ്കതയോടുകൂടി ഇടപെട്ട ഒരാളാണ്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇടപെടാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് അയാളുടെ വിജയസാധ്യതയെക്കുറിച്ച് ഒട്ടും ആശങ്ക ഞങ്ങൾക്കില്ല. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൃഷ്ണൻകുട്ടിയേട്ടൻ MLAയും മന്ത്രിയുമായിരിക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ എല്ലാ മേഖലകളിലും ഈ ചിറ്റൂർ മണ്ഡലത്തിൻ്റെ വികസന സാധ്യത നല്ലതുപോലെ പരിശോധിച്ചിടപെടാൻ നന്നായിട്ട് സഹായിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് മെമ്പറാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടൽ ആ രംഗത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവേ നല്ല നിലയ്ക്ക് നല്ല വിജയസാധ്യതയാണ്. ഒട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. UDF ഇവിടെ ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെന്ന് അത് UDF തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയൊരു ഇന്നത്തോടുകൂടി തുടങ്ങുകയാണല്ലേ സംഘടനാ സംവിധാനത്തിന്റെ വേറൊരു ഘട്ടത്തിന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നതായിരിക്കും. എല്ലാവിധ ആശംസകളും. 2 മണ്ഡലങ്ങൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് പാലക്കാടും മണ്ണാർക്കാടുമാണ്. കാരണം ആ 2 മണ്ഡലങ്ങളാണ് ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാതെ പോയത്. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന വോട്ട് നിലയൊക്കെ പരിഗണിക്കുമ്പോഴുള്ള പ്രതീക്ഷകളാണ് അദ്ദേഹം എന്തായാലും പങ്കുവച്ചത്. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷവും CPIM വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.